ഹായ്, ഞാൻ ദീപ. അപ്പം ആദ്യമേ പറഞ്ഞോട്ടെ, എല്ലാ കാര്യത്തിലും എളുപ്പപ്പണി നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഹൗസ് കീപ്പിങ്ങിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് സ്ഥിതി വ്യത്യാസമൊന്നുമില്ല. വളരെ ക്രിയേറ്റീവായിട്ടുള്ള, അനുസരണയില്ലാത്ത, അച്ചടക്കമില്ലാത്ത രണ്ട് സൽപുത്രികളാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കും. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ മെൻറ്റാലിറ്റി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാം ഒന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുക്കി വെച്ചാലും അതൊക്കെ അടുങ്ങി തന്നെ ഇരുന്നോളുമല്ലോ. അപ്പോൾ വലുതാവട്ടെ, അതുവരെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വീടിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എപ്പോഴും അലങ്കോലമായിട്ടിരിക്കുന്ന ഒരു വീട്. അതാണ് എൻ്റെ വീടിൻ്റെ ഐഡൻറ്റിറ്റി ഇത്രയും നാളും. അപ്പോൾ ഈയിടെയായിട്ട് ഞാനതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. കാരണം എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഒന്ന് വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് തോന്നുമല്ലോ എന്നൊക്കെയുള്ള ഇതിലാണ് ഞാൻ ഒരു ക്ലീനിങ് റൂട്ടീനിലേക്കും ക്ലീനിങ് ഷെഡ്യൂളിങ്ങിലേക്കും ഒക്കെ വന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്ലീനിങ് റൂട്ടീൻ കൊണ്ടുവരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്തു പോകത്തക്ക രീതിയിലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഡീപ്പ് ക്ലീനിങ് അല്ലെങ്കിൽ ഡീപ് ക്ലീനിങ്ങും ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു 2-3 ആഴ്ച എടുത്തിട്ടാണ് ഡീക്ലട്ടറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്തത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ എല്ലാ കബേർഡ്സ്, അതിനകത്താണല്ലോ എല്ലാ സാധനങ്ങളും കുത്തി നിറച്ചൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ കബേർഡ്സ് എല്ലാം ഡീക്ലട്ടർ ചെയ്തു. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൊടുത്തു. പിന്നെ കുറേ തുണിയും കാര്യങ്ങളും, എപ്പോഴും യൂസ് ചെയ്യാത്ത കുറേ തുണിയും കാര്യങ്ങളൊക്കെ കെട്ടി സ്റ്റോറേജ് സ്പേസിൽ കൊണ്ടുവച്ചു. കൊടുത്തൊഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തൊഴിവാക്കി. എപ്പോഴും കളയാനൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ കൊടുത്തൊഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കി, ബാക്കിയുള്ളതെല്ലാം കെട്ടി സ്റ്റോറേജിൽ കൊണ്ടുവച്ചു. അപ്പോൾ നമുക്ക് കബേർഡിൽ ഒത്തിരി സ്പേസ് കിട്ടി. പിന്നെ ഉണ്ടായിരുന്നത് ബാത്റൂം, കിച്ചൺ, അതുപോലുള്ള ഏരിയയിലാണ്. അപ്പോൾ കിച്ചണിൻ്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് അടുക്കളപ്പണി പെട്ടെന്നാക്കാം എന്നൊക്കെ ഉള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള പാത്രങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ കെട്ടി വേറൊരു കിച്ചണിൽ തന്നെ വേറൊരു എപ്പോഴും തുറക്കാത്ത കബേർഡിലേക്ക് മാറ്റി, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. അപ്പോൾ അങ്ങനെ ഒരു ഡീക്ലട്ടറിങ് ആൻഡ് ഡീപ്പ് ക്ലീനിങ് അവിടെ നടത്തി, കിച്ചണിൽ നടത്തി. പിന്നെ ബാക്കിയുള്ള മുറികളിലെല്ലാം എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു മുറി ഫുള്ള് ചെയ്യത്തൊന്നുമില്ല, ഒരു 2-3 ദിവസം എടുത്തിട്ടൊക്കെ ആയിരിക്കും ഒരു മുറി തീർക്കുന്നത്. അപ്പം ഫാന്, ജനലിൻ്റെ കമ്പി, അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും പൊടി തട്ടി തുടച്ച് ക്ലീൻ ആക്കുക എന്നുള്ളതായിരുന്നു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തത്. അതിനെന്താന്ന് വെച്ചാൽ, ഫുൾ റൂംസിൻ്റെ ലിസ്റ്റ് എടുത്തു. ആ റൂംസിൻ്റെ ലിസ്റ്റിൽ തന്നെ ഏതൊക്കെ പോർഷൻസ് നമ്മൾ തീർക്കണം, അതൊരു പ്രോജക്റ്റായിട്ടാണ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു പ്ലാനിങ് ആളാണ്. അപ്പോൾ ഒരു പ്രോജക്റ്റ് പോലെ തന്നെ എടുത്തു. ഫുൾ ഡീപ്പ് ക്ലീനിങ്, ഡീക്ലട്ടറിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ വേറെ ഒരു കാര്യത്തിനും പോയിട്ടില്ല. ഒരു 2-3 ആഴ്ച ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. ഫുൾ കബേർഡ്സ് എല്ലാം മാറ്റിയിട്ട്, കബേർഡ്സിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റി കൃത്യമായിട്ട് വൃത്തിയാക്കി, ആവശ്യമുള്ള സാധനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം കളഞ്ഞിട്ട് എല്ലാം ക്ലീനായിട്ട് അടുക്കി ഒതുക്കി വെച്ചു. വേണ്ടുന്ന ചേഞ്ചസ്, ഇപ്പോൾ ഫർണിച്ചറിലാണെങ്കിലും അതിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. എനിക്ക് അങ്ങനത്തെ രസമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്നില്ല അറിയില്ല. അപ്പോൾ ചില ഫർണിച്ചർ അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി, ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു ഒക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാക്കൊള്ളാം, ഒരു പുതിയൊരു രീതി. പിന്നെ ഇതിനകത്ത് ഫാൻസി ആയിട്ടൊന്നും ഞാൻ ചെയ്യാൻ പോയില്ല. അതായത് പൂ കൊണ്ടുവയ്ക്കുന്നു, നമുക്ക് നോക്കാൻ പറ്റാത്ത ഫ്ലവർ വേസ് അല്ലെങ്കിൽ ഷോ പീസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. കൊണ്ട് തന്നെ വളരെ ചുരുക്കവേ ഉള്ളൂ. അതും ഞാനെല്ലാം എടുത്ത് ഷോക്കേസിനകത്ത് വെച്ചേക്കും. കാരണം ഇതൊക്കെ പുറത്തിരുന്ന ഇത് ഈ പൊടി തട്ടണ്ടേ. അതുകൊണ്ട് അങ്ങനത്തെ ഫാൻസി ആയിട്ടുള്ള പരിപാടികളൊന്നും ചെയ്തില്ല. എല്ലാം ഒന്ന് ക്ലീൻ ആക്കി അങ്ങോട്ട് മാറ്റിയും തിരിച്ചും ഡീപ്പ് ക്ലീൻ ചെയ്ത് സംഭവങ്ങൾ സെറ്റാക്കി. അതിനുശേഷം മൊത്തം മുറികളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട് നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഡെയിലി ഇപ്പം തിങ്കളാഴ്ച തോറും ക്ലീൻ ചെയ്യേണ്ട റൂം ഏതാണ്, അതിലെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പിന്നെ എല്ലാ വീക്ക്ലി ഇപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീക്ക്ലി കാര്യങ്ങളാക്കി മാറ്റി. മന്ത്ലി ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു പരിപാടി എനിക്കില്ല, ഞാനങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ വിട്ടുപോകും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒത്തിരി മെസ്സായെന്ന് തോന്നുവാണെങ്കിൽ ഒന്നൊന്ന് ക്ലീൻ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് അതൊക്കെ എനിക്ക് ഭയങ്കര ആലോചിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തേ. ഡെയിലി ആൻഡ് വീക്ക്ലി ലിസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ആഴ്ചയിൽ 7 ദിവസവും ഓരോ മുറികൾ
എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തത്. അടുക്കള പിന്നെ അടുക്കളയും ഞാനിങ്ങനെ സെറ്റ് ചെയ്തു. എങ്കിലും അടുക്കള രാവിലെ ജോലി കഴിയുമ്പോൾ ഒരു 4 മണിക്ക് പിന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അടുക്കള ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് ആ ഒരു നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീക്ക്ലി ലിസ്റ്റിൽ ക്ലീനിങ് റൂട്ടീൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തൊരു കാര്യമാണ് ലോണ്ട്രി. അതിൻ്റെ റൂട്ടീനും കൂടി ഇതിനകത്ത് കൊണ്ടുവന്നു. അതായത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ തുണി കഴുകാനുള്ളത് കഴുകുകയും പിന്നെ വിരിക്കാനുള്ളത് വിരിക്കുകയും പിന്നെ വിരിച്ചത് മടക്കി തിരിച്ചു വയ്ക്കുക എന്നുള്ളത്. കാരണം ഇത്രയും നാൾ ഒത്തിരി അങ്ങ് കുമിഞ്ഞു കൂടി കഴിയുമ്പോഴത്തേക്കും ഞാൻ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ആ അഴയെ തന്നെ കാണും. അഴയെന്നായിരിക്കും എല്ലാവരും പോയിട്ട് എടുക്കുന്നത്. അത് പിന്നെ തിരിച്ച് നമ്മുടെ കബേർഡുകളിലൊന്നും എത്തത്തില്ലായിരുന്നു. അപ്പം ഇപ്രാവശ്യം നമുക്ക് എന്താണോ ഒരു പ്രോബ്ലം ഉള്ളത് അതിനാണല്ലോ സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത്. അപ്പം അതനുസരിച്ച് ഞാൻ ആദ്യമേ ഈ കബേർഡ് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞില്ല, ഡീപ് ക്ലീനിങ് ഡീക്ലട്ടറിങ് ചെയ്ത സമയത്ത് തന്നെ ഓരോ കബേർഡ്, അതുവരെ കബേർഡിലെ എല്ലാ സ്ഥലത്തും എല്ലാവരുടെയും തുണി കാണുമായിരുന്നു. അതിന് പകരം ഓരോ കബേർഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക്, വലിയവർക്ക്, ഇപ്പം പുറത്തിടുന്ന ഡ്രസ്സുകൾ, അങ്ങനെ സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്താണ് ഞാൻ ഡീക്ലട്ടറിങ്ങിൻ്റെ ടൈമിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ തുണി കഴുകി കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട്, അതായത് ഇന്ന് തുണി കഴുകി വിരിക്കുന്നെങ്കിൽ നാളെ തന്നെ അത് എല്ലാം അടുക്കി പെറുക്കി തിരിച്ച് ഓരോ കബേർഡിൽ കൊണ്ട് വെക്കുക എന്നുള്ളത് ഫിക്സഡ് ആയിട്ട് ചെയ്തു പോകുന്നു. അതും നമ്മൾ ഈ ക്ലീനിങ് റൂട്ടീൻ അല്ലെങ്കിൽ ക്ലീനിങ് ഷെഡ്യൂളിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഈ സെറ്റ് ചെയ്ത ക്ലീനിങ് റൂട്ടീൻ അല്ലെങ്കിൽ ക്ലീനിങ് ഷെഡ്യൂൾ നമുക്ക് വർക്ക് ചെയ്യുമോയെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമോയെന്ന് അറിയാനായിട്ട് ഒരു ട്രയൽ റൺ നടത്തി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അടുക്കള ജോലിയെല്ലാം തീരും. അപ്പോൾ പിന്നെ 10 മണി തൊട്ട് 11 മണി പറയുന്ന സമയം, അതിനകത്ത് ഒരു അരമണിക്കൂറാണ് കേട്ടോ മാക്സിമം ഒരു അരമണിക്കൂർ കൂടിപ്പോയാൽ 1 മണിക്കൂർ, 1 മണിക്കൂറൊന്നും പോവില്ല. അരമണിക്കൂറിനകത്ത് നമ്മൾ ആ അന്നത്തെ ദിവസം പറഞ്ഞേക്കുന്ന ആ ഒരു റൂം ഒന്ന് അടുക്കി പെറുക്കി വെക്കും. ഇതിനകത്ത് ഈ ക്ലീനിങ് റൂട്ടീൻ എന്ന് പറയുന്നതിനകത്ത് തൂക്കുക എന്ന് പറയുന്നതും തുടയ്ക്കുക എന്ന് പറയുന്ന സാധനവും ഇല്ല. കാരണം തുടയ്ക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൂക്കുക എന്ന് പറയുന്ന സാധനം എല്ലാ ദിവസവും ഇല്ല. അപ്പോൾ ഓരോ റൂം സെറ്റ് ചെയ്തേക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ റൂം, ഇപ്പോൾ ഇന്ന് ബെഡ്റൂമാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെഡ്റൂമിൻ്റെ അവിടെ തന്നെ ടേബിളിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ സ്ഥാനം തെറ്റിയിരിക്കാം. പിള്ളേർ കൊണ്ടുവന്ന് കളിപ്പാട്ടവും അതും ഇതുമൊക്കെ അവിടെ കൊണ്ട് കുത്തി നിറച്ച് വെച്ചെന്നിരിക്കാം. അല്ലെങ്കിൽ അവിടെയും ഇവിടെയും തുണികളൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കാം. അല്ലെങ്കിൽ ഉപയോഗിച്ച തുണിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടാവാം. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ അല്ലെങ്കിൽ ക്രീംസ്, അതിൻ്റെയൊക്കെ പെട്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കണം. അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുക. ഉള്ള കൗണ്ടർ ടോപ്പ് എന്നാണോ പറയണേ, അല്ല, മേശ പോലുള്ള സംഭവങ്ങളിലെല്ലാം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ വയറുകൾ, നമ്മുടെ ചാർജർ എല്ലാം സ്ഥാനം തെറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ ആവശ്യം ജനലിൻ്റെ പാളിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തീരുന്ന, കൂടി വന്നൊരു 10 മിനിറ്റിനകത്ത് തീരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ തൂക്കലും തുടക്കലും ഒന്നുമില്ല. പിന്നെ തറയിൽ പേപ്പർ, ബുക്സ്, പിള്ളേരുടെ ഷൂസ്, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുമല്ലോ. അതുപോലെ പിള്ളേരാണ് എപ്പോഴും പേപ്പറൊക്കെ കീറിയിടും. അപ്പോൾ അതൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് പോകും. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് തൂക്കാനും പിടിക്കാനും ഒന്നും പോകാറില്ല. അങ്ങനെ അപ്പോൾ അതാണ് എൻ്റെ ഒരു ക്ലീനിങ് റൂട്ടീൻ എന്ന് പറയുന്നത്. അല്ലാതെ ഫുള്ള് തൂക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലല്ല. നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. പക്ഷെ എൻ്റെ ഒരു രീതിയാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ്. അപ്പം നിങ്ങൾ ചോദിക്കും ഇനി എപ്പോഴാണ് തൂക്കുന്നതെന്ന്, അല്ലേ? അപ്പോൾ തൂക്കുന്നത് ഒത്തിരി മെസ്സായി കിടക്കുവാണ്, അതായത് വീട് മൊത്തത്തിൽ മെസ്സായി കിടക്കുവാണെങ്കിൽ തൂക്കും. എല്ലാ റൂമും ഒന്ന് അടിച്ചു വാരി വരും. അടിച്ചു വാരി വരുമ്പോഴത്തേക്കും മിക്കവാറും ഒന്നും കാണത്തൊന്നുമില്ല. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ ക്ലീൻ ചെയ്തിടുന്നതുകൊണ്ട് പൊടി മാത്രമേ കാണത്തുള്ളൂ. അപ്പം അതിന് മിക്കവാറും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ബിജുവാണ്. കാരണം എനിക്ക് തൂക്കുക എന്ന് പറയുന്നത് എൻ്റെ കൈക്ക് സ്ട്രെയിൻ ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വലിയ ഓഫീസിലും ഹോസ്പിറ്റലിലും ഒക്കെ തൂക്കില്ലേ, അതുപോലത്തെ അത്രയും നീളമുള്ള മോപ്പ് വെച്ചിട്ടാണ് ഇവിടെ തൂക്കുന്നത്. അത് ബിജു ആയാലും ഞാനായാലും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മോപ്പിങ്ങിന് മിക്കവാറും എനിക്ക് ബിജുവിൻ്റെ ഹെൽപ്പ് കിട്ടാറുണ്ട്. കാരണം ഒന്നും ചെയ്യേണ്ടതില്ല, ഫുൾ പൊടി തൂത്ത് കൊണ്ടുപോയാൽ മതി.
ബാക്കി തറയിൽ ഒരു സാധനം കാണത്തില്ല. അനാവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ പിക്ക് ചെയ്തെടുക്കും. പിന്നെ പറഞ്ഞല്ലോ 10 മണി തൊട്ട് 11 മണി വരെയാണ് സമയം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു റൂമിനകത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരും. പിന്നെ നമ്മുടെ ആ ലിവിങ് റൂം ആ ഏരിയയിലുള്ള അതും പിന്നെ ഡൈനിങ് റൂമിലും ഒക്കെ ഉള്ള ഇതുപോലെ സ്ഥാനം തെറ്റി കിടക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്നൊന്ന് എല്ലാം സ്ഥാനത്തൊക്കെ എടുത്തു വെക്കുക. തുടയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് തുടയ്ക്കുന്നത് ഞാൻ പറഞ്ഞ ആ റൂം മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളിടത്തൊക്കെ സ്ഥാനം തെറ്റി കിടക്കുന്ന ബുക്കുകളും ചെരുപ്പുകളും തുണികളും കളിപ്പാട്ടങ്ങളും ഒക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് വയ്ക്കുക. അപ്പം മൊത്തത്തിൽ കാണുമ്പോൾ ഓക്കെ ഗുഡ് എന്നൊരു തോന്നലുണ്ടാവും. അത്രയേ ഉള്ളൂ. പിന്നെയും ഞാൻ പറഞ്ഞല്ലോ മോപ്പിങ്ങിൻ്റെ കാര്യം, അത് ബിജുവാണ് മിക്കവാറും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനും സമയം കിട്ടുവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കാരണം ഞാനത് തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനങ്ങ് തളർന്നു പോകും. സോ സമയം കിട്ടുന്ന സമയത്ത് മാത്രമേ ഞാനത് തൂക്കാറുള്ളൂ. അല്ലെങ്കിൽ അത്രയും മെസ്സായി കിടക്കുന്നു എന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ എടുത്ത് മാറ്റേണ്ടതാണെങ്കിൽ കൈകൊണ്ട് അത് എടുത്ത് മാറ്റി ചവറെന്ന് പറഞ്ഞാൽ എപ്പോഴും പേപ്പറാണ്, ആ പേപ്പറൊക്കെ എടുത്ത് അങ്ങ് മാറ്റി കൊണ്ടുപോകത്തേ ഉള്ളൂ. അല്ലാതെ മോപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങനെയാണ് പോകുന്നത്. പിന്നെ വെറ്റ് മോപ്പിംഗ് എന്ന് പറയുന്നത് വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ. നമുക്ക് 2 പേർക്കും അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട്, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടല്ല, എനിക്ക് അത് കുറച്ച് ഹെക്ടിക്കാണ്, എൻ്റെ ഒരു കൈനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ പോകാറില്ല. അതിന് ഞാൻ സമയം വെച്ചിട്ടുണ്ട് സൺഡേയ്സ്. അപ്പോൾ സൺഡേയ്സിൽ സമയം കിട്ടുന്ന സമയത്ത് ഒരു മുറി വീതം വെറ്റ് മോപ്പിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത്രയാണ് വെറ്റ് മോപ്പിങ്ങിൻ്റെ കാര്യം. അല്ലാതെ മിക്കവാറുള്ളത് സാധാ നമ്മൾ ചെയ്യുന്ന തൂക്കുക മാത്രമാണ്. തുടയ്ക്കുക എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ സാറ്റർഡേയ്സ് എന്ന് പറയുന്നത് ബാത്റൂംസ് എല്ലാം ക്ലീൻ ചെയ്യാനുള്ളതാണ്. ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്യും. ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് ബാത്റൂം എല്ലാ ആഴ്ചയും ചെയ്യുമ്പോൾ ചെയ്യുന്നത്. തറ നല്ലോണം ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളതും, ക്ലോസറ്റ്സ് എല്ലാം ക്ലീൻ ചെയ്യുക. പിന്നെ വാഷ് ബേസിൻ, അതുപോലെ അതിൻ്റെ കൗണ്ടർ ടോപ്പ് എന്നാണോ പറയണേ? അതെ. പിന്നെ ഈ പൈപ്പും കാര്യങ്ങളുടെ അത് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ നമ്മുടെ സോപ്പ് അതൊക്കെ വെച്ചേക്കുന്ന ആ ഏരിയ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. അതൊക്കെ സാറ്റർഡേയ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ ഈ 30 മിനിറ്റ് എന്ന് പറയുന്നത് 30 മിനിറ്റേ ഉള്ളൂ. അതിനപ്പുറം നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ പോകാറില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയം 30 മിനിറ്റിന് അകത്ത് കാര്യങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ വീട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അയ്യേ എന്നാരും പറയത്തില്ല. ഒരുവിധം ക്ലീനായിട്ട് കിടക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു ക്ലീനിങ് ഷെഡ്യൂളിൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീക്ക്ലി ഡെയിലി ലിസ്റ്റിൽ എന്താണ് ചെയ്യുന്നത്, ഓരോ റൂമിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഞാൻ എൻ്റെ ബ്ലോഗിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. നേരത്തെ ഞാൻ ഗ്രോസറി ലിസ്റ്റ്, മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഗ്രോസറി ലിസ്റ്റിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ബ്ലോഗിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ഷെഡ്യൂൾ നമ്മൾ ഒരു മാസം റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ചില കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്തത് ഇച്ചിരി കൂടി പോകുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എല്ലാം ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താം. പിന്നെ ചില റൂംസ് ഒന്നും എല്ലാ ദിവസവും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം പോലും വരത്തില്ല. കാരണം എപ്പോഴും അത് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്ന റൂമുകളായിരിക്കും, അധികം യൂസ് ചെയ്യാത്ത റൂമുകളായിരിക്കും. അപ്പോൾ അവിടെയൊന്നും എപ്പോഴും ഒന്നും ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല. സോ അതനുസരിച്ച് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള മാറ്റങ്ങൾ നമുക്ക് ലിസ്റ്റിൽ വരുത്താം. അപ്പോൾ ലാസ്റ്റ് പോയിന്റ്, ഈ തയ്യാറാക്കിയേക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും പിന്നെ എൻ്റെ വീട്ടിലെ ആൾക്കാർ എന്നെ സഹായിക്കുന്ന ആ ഒരു തോതനുസരിച്ചും സെറ്റ് ചെയ്തേക്കുന്നതാണ്, റിയലിസ്റ്റിക് ആയിട്ട്. കാരണം ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ല. ഈ തറ തറ തൂക്കുന്നതും പിന്നെ തുണി വിരിക്കുന്നതുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബിജുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഹെൽപ്പ്. ബാക്കി എല്ലാ ഏരിയയിലും അങ്ങനെ ഒരു ഹെൽപ്പ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അലങ്കോലമാക്കിയിടാനായിട്ട് എനിക്ക് 2 പിള്ളേരും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയുമാണ് നമ്മുടെ ഒരു സ്ഥിതി അനുസരിച്ചാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഷെഡ്യൂള്. അപ്പം നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ആരോഗ്യവും പിന്നെ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ സഹായവും ഒക്കെ നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്.
നിങ്ങൾ ചെയ്യുമെങ്കിൽ. ഓക്കെ, ഞാനത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങനെ എന്നെ പോലെ വലിയൊരു ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും നല്ല വൃത്തിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. എൻ്റെ വീട് പോലെ അല്ല എന്ന് എനിക്കറിയാം. എന്തായാലും അപ്പം അതാണ് എൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം. ഇനി ഇങ്ങനെ ഒരു ഒഴുക്കിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് പെട്ടെന്നൊരു വയ്യായിക വല്ലതും വരുന്നത്. അപ്പം നമ്മൾ വയ്യായിക വന്നു കഴിയുമ്പോൾ 2-3 ദിവസം നമ്മളങ്ങ് കിടപ്പായി പോകും. അപ്പോൾ വീട് വീണ്ടും പഴയതിലും ഭീകരമായി മാറാനുള്ള 100% ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ നടപ്പിലാക്കുന്ന ആ ഒരു സംഭവം അതൊരു പ്രോസസ്സായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. അതായത് ഞാനെന്ന വ്യക്തി മാറിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ഇവിടെ കണ്ടിന്യൂ ചെയ്തു പോകാൻ വേറെ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് വീട് വീണ്ടും പഴയപടിയാവും. അപ്പോൾ പിന്നെ ഈ 2-3 ദിവസത്തെ ക്ഷീണം കഴിഞ്ഞ് എണീക്കുന്ന ഞാൻ ഒരു 2-3 ആഴ്ച വെയിറ്റ് ചെയ്യും. കാരണം ഒരു ഹാങ് ഓവറാണ്, ആ വയ്യാതെ വന്നതിൻ്റെയും പിന്നെ തിരിച്ച് വീട് ഭീകരാവസ്ഥയിലായതിൻ്റെയും ഒരു ഹാങ് ഓവർ വിട്ട് മാറാനായിട്ട് ഒരു 2-3 ആഴ്ച എടുക്കും. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യും. ഡീപ് ക്ലീനിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഷെഡ്യൂളിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു ടൈമിൽ വീട് വീണ്ടും പഴയപടി തന്നെയാവും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ ഉള്ള ഒരു കിടപ്പുവശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.